ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങളിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അപ്പോൾ തന്നെ പ്രിയരെ നമ്മളോടും സംസാരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അതിൻ്റെ അർത്ഥം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമുക്ക് എന്ത് ചെയ്യാം? സഞ്ചരിക്കാൻ പറ്റും. കാരണം നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ, ശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഈ കാലഘട്ടം പ്രത്യേകിച്ച്. എന്നാൽ വചനം നമ്മളോട് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പം ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുക. ലോകം എന്താണോ അത് തന്നെ ഞാൻ. ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മളൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ആരാധനയുണ്ടോ? ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനധ്യാനമുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ ജീവിതം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ലോകത്തിനകത്താണ്. എല്ലാവരും ഉള്ളിടത്ത് ഞാനുമുണ്ട്, എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യും. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഒത്തിരി അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുവരും, പിശാച് കൊണ്ടുവരും. ഏദൻ തോട്ടത്തിനകത്ത് തന്നെ ഹവ്വായോട് വന്ന് പറഞ്ഞ എന്തുവാ? നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറൊന്നിനെ പോലെ ആക്കാം, അതിലോട്ട് എത്തിച്ചേരുമെന്ന് ഒരു വല്ലാത്ത ഒരു സംഭവത്തെ ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ചു കൊടുക്കുന്ന സാത്താൻ. നിർഭാഗ്യവശാൽ ഹവ്വ അതിനകത്ത് സമ്മതിക്കുകയും അതിനകത്ത് വീഴുകയും ആദാമിനെ വലിച്ചിടുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. പ്രിയരെ, ഇതുപോലെ ഈ കാലഘട്ടത്തിലും നമ്മളടുത്തൊന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഇങ്ങനെ പോയാലല്ല, കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തോട് ചേർത്ത് നിർത്തുന്ന ചില സാത്താന്യ മണ്ഡലങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ റെഡിയായാൽ, പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്തൊരു ഭാഗം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ലോകത്തിന് അനുരൂപമായി നിന്നാൽ ആ വീട് നഷ്ടപ്പെടും പ്രിയരെ. എന്നാൽ ആ വീട് വേണമെന്ന് ചിന്തിച്ചാൽ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ലോകത്തെ ത്യജിച്ചിട്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.